ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ LDC റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ LD ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇത് ഓൺലൈനിലായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓൺലൈൻ വഴിയായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന പോസ്റ്റ് എന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. LDC ആണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ വാക്കൻസീസ് ആയിട്ട് ഇപ്പോൾ നിലവിലുള്ളത് 36 വാക്കൻസീസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി ഹിന്ദു റീജിയനിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണമെന്ന്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് 29/3/2025 ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ആവുന്നത് 28/4/2025 വരെയാണ്. ഓക്കെ, ഈ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിലേക്ക് പോകാം. ഓർഗനൈസേഷൻ നെയിം എന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഈ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജോബ് കാറ്റഗറി എന്നത് ഗവൺമെൻറ് ബേസ് ആണ് ഈ ഒരു ജോബ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്തു, അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുകയാണ്. പോസ്റ്റ് നെയിം എന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ഈ ഒരു ജോബിൻ്റെ കാറ്റഗറി നമ്പർ എന്നത് 001/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ടോട്ടൽ വാക്കൻസി ആയിട്ട് ഇപ്പോൾ നിലവിലുള്ളത് 36 വാക്കൻസീസ് ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരം ദേവസ്വം കേരളത്താണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു ജോബിൻ്റെ സാലറി എന്നത് 26,500 to 60,700 ആണ്. സ്റ്റാർട്ടിംഗ് സാലറി എന്നത് 26,500 ആണ്. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 28/4/2025 അതിന് മുമ്പായിട്ട് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഏജ് ലിമിറ്റ് എന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ എലിജിബിലിറ്റി എന്നത് അപ്ലിക്കൻ്റ് മസ്റ്റായിട്ടും +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ +2 ഓർ ഇക്വലൻറ്റ്, +2നെ പോലെ തന്നെ എന്തെങ്കിലും ഇക്വലൻ്റ് ആയിട്ടുള്ള ITI അതേപോലത്തെ എന്തെങ്കിലും പഠിച്ചാലും മതി. പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഹിന്ദു റീജിയനിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സണുമായിരിക്കണം. ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ OBC EWS എന്ന കാറ്റഗറിക്ക് 500 രൂപയും SC/ST കാറ്റഗറിക്ക് 250 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഓക്കെ, ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. വിസിറ്റ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് www.kdrb.kerala.government.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നീട് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു യൂസർ നെയിം പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. പിന്നെ അതിൽ തന്നെ അപ്ലൈ നൗ എന്ന ബട്ടൺ ഉണ്ടാകും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റഗറി നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. 001/2025 ആണ് ഈ ഒരു ജോബിലേക്ക് വരുന്ന കാറ്റഗറി നമ്പർ. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് അക്യുറേറ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെ ഫിൽ ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൽ ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് 6 മന്തിനുള്ളിലായിട്ട് എടുത്ത ഫോട്ടോഗ്രാഫാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് പേ ചെയ്യണം. ജനറൽ കാറ്റഗറിക്ക് 500 മറ്റ് SC/ST കാറ്റഗറിക്ക് 250 രൂപയും ഫീസ് പേ ചെയ്യണം. എന്നിട്ട് എല്ലാ ഇൻഫർമേഷൻസ് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് സബ്മിഷൻ കൊടുക്കുക. സബ്മിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നതിനൊരു പ്രൂഫായിട്ട് ആ ഒരു പ്രിൻ്റ് ഔട്ട് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്നത് മിനിമം 1 ഇയർ ആണ്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം 3 ഇയേഴ്സ് ആണ്. അത് കഴിഞ്ഞ് ന്യൂ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആർക്കെങ്കിലും ഈ ഒരു ജോബ് ഉപകാരപ്പെടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്